മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് എറണാകുളം ചേന്നമംഗലം കൊലപാതകത്തിൽ പ്രതി ഋതുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് പറവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടാൻ ആണ് തീരുമാനം. അയൽവാസികളായ 3 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഋതുവിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്ന ജിതിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ആജ്ഞയാണ് ചേരുന്നത്. ആജ്ഞ, ഈ പ്രതിക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട്, അതിന് ചികിത്സ തേടുന്നുണ്ട് എന്നതായിരുന്നല്ലോ നേരത്തെ മുതൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ മാറി രക്ഷപ്പെടുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയത്. ഇനിയും അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാകുമോ? പ്രത്യേകിച്ച് 3 പേരുടെ ജീവൻ ആണ് എടുത്തിട്ടുള്ളത്. കൃത്യമായ ക്രിമിനൽ സ്വഭാവമുണ്ട്, കൃത്യമായ ക്രിമിനൽ പ്രവൃത്തികളിൽ നേരത്തെയും ഇടപെട്ട പശ്ചാത്തലം ഒക്കെയുണ്ട്. അതുകൊണ്ട് ഈ മാനസിക വൈകല്യമുണ്ട്, മാനസിക പ്രശ്നമുണ്ട് എന്ന വാദമൊക്കെ എത്രത്തോളം നിലനിൽക്കും ഇനി? അഭിലാഷ്, മാനസികാരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇതുവരെയുള്ള ക്രിമിനൽ പശ്ചാത്തലങ്ങളിൽ നിന്നും ഈ ഋതുവിനെ ഒഴിവാക്കി നിർത്താൻ വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന മാനദണ്ഡം അതുതന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ അന്വേഷണ സംഘ തലവൻ ഈ മുനമ്പം ഡിവൈഎസ്പി ജയകുമാർ നമ്മളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഈ ഋതു ജയന് മാനസിക പ്രശ്നങ്ങളില്ല, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആശുപത്രിയിലും നാളിതുവരെ ചികിത്സ തേടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, പ്രതി ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നിട്ടില്ല എന്നും രക്തസാമ്പിൾ പരിശോധനയുടെ വ്യക്തമായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് തന്നെ ആയിരിക്കും ഋതു ജയന് ഈ ഒരു കൊലപാതക പരമ്പര, അല്ലെങ്കിൽ ഇത്രയും ആളുകളെ തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ സാഹചര്യം നയിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീട്ടുകാർ ഇങ്ങനെ ഒരു കവചം ഉപയോഗിച്ചിട്ടാണ് ഋതുവിനെ നേരത്തെ ഇത്തരം കേസുകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നത്. അതേസമയം നിരന്തരമായി 5ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഋതു. നിരന്തരമായി ഇത്തരം ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന ആളെന്നുള്ള നിലയിൽ പോലീസ് നിരീക്ഷണത്തിലുള്ള ആളുമായിരുന്നു. എന്നിട്ട് പോലും അതിൽ പോലീസ് ജാഗ്രത കാണിച്ചില്ല എന്നുള്ള ആരോപണം ശക്തമാണ്. നാട്ടുകാർ ഓരോരുത്തരും, അതായത് ഇന്നലെ ഈ വീട്ടിൽ കൊലപാതകം നടന്ന വീട് ഇരുന്നതിനാൽ പോലീസ് അടച്ചിട്ട ശേഷം മൃതദേഹത്തിന്റെ പൊതുദർശനം നടത്തിയ ഈ മരിച്ച ഉഷയുടെ സഹോദരിയുടെ വീട്ടിലാണ്, കുമാരിയുടെ വീട്ടിലാണ്. ആ സാഹചര്യത്തിൽ പോലും ഈ വീടിന്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ആ വീടുണ്ടായിരുന്നത്. അവിടെ പോലും ആളുകൾ ഈ അരക്ഷിതാവസ്ഥയെപ്പറ്റി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അയൽ വീടുകളിലേക്ക് കല്ലെടുത്തെറിയുക, അയൽ വീട്ടിലെ സ്ത്രീകളെ ശല്യപ്പെടുത്തുക, അവരെ പറ്റി അപവാദ പ്രചരണങ്ങൾ നടത്തുക, ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എതിർത്ത് സംസാരിക്കുന്നവരെ പെട്രോൾ ഒഴിച്ചു കത്തിക്കും, അതല്ലെങ്കിൽ വെട്ടിക്കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുക, ഇത്തരത്തിൽ കൊലപാതക ഭീഷണി നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ നാട്ടുകാർക്ക് പറയാനുണ്ട്. അത്തരം വലിയ അരക്ഷിതാവസ്ഥയിൽ തന്നെ കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യമാണ് ഋതു ജയനെ പോലെയുള്ള ക്രിമിനലിനെ പോലീസ് ഇങ്ങനെ കയറൂരി വിട്ടുന്ന സാഹചര്യമാണ് ഈ 3 പേരുടെ ദാരുണമായ കൊലയിലേക്ക് നയിച്ചത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് നാട്ടുകാർ. അതേ സാഹചര്യത്തിൽ തന്നെ ഇന്നലെ ഋതു ജയനെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധമുണ്ടായി. ഋതുജയനെ മർദ്ദിക്കാനുള്ള സാഹചര്യം കൊണ്ടുപോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഉണ്ടായിരുന്നു. അതിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആ പ്രതിഷേധത്തിൽപ്പെട്ട് വീഴുന്ന സാഹചര്യമുണ്ടായി. പോലീസുകാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ആ ഒരു സാഹചര്യം തന്നെയാണ്. അതേ അങ്ങേയറ്റം നില തെറ്റി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവിടുത്തെ നാട്ടുകാരുള്ളത്. ആ ഒരു അവസ്ഥ കൂടി കണക്കിലെടുക്കുമ്പോൾ പോലീസ് ഈ കാര്യത്തിൽ പോലീസിന് നേരെ ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ കൂടി ആരോപിക്കപ്പെടുമ്പോൾ പോലീസ് ഈ കാര്യത്തിൽ ജാഗ്രത പാലിച്ചില്ല എന്നുള്ള ആരോപണം കൂടി ഉന്നയിക്കുമ്പോൾ ഈ കാര്യത്തിൽ, അതായത് ഋതു ജയന് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ ഇത്തരം മാനസിക അസ്വാസ്ഥ്യമുള്ള ആൾക്ക് നൽകേണ്ടുന്ന കൗൺസിലിങ്ങോ ചികിത്സയ്ക്കോ വേണ്ടി ഋതു ജയനോ ഫാമിലിയോ ഒരു ആശുപത്രിയും ഇതുവരെ സമീപിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഋതു ജയനെ സംരക്ഷിക്കാൻ വേണ്ടി വീട്ടുകാരെടുത്ത ഒരു കവചം മാത്രമാണ് ഈ മാനസികാരോഗ്യ പ്രശ്നമെന്നും ആണ് പോലീസിന്റെ ഭാഷ്യം. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഉന്നയിച്ച് അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ ജിതിൻ ഗുരുതരമായി തന്നെ തുടരുകയാണോ? കഴിഞ്ഞ ദിവസം ഈ ജിതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു സഹായ നിധി എന്ന നിലയിൽ രൂപീകരിക്കുകയും അതിന് സഹായം തേടുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ പ്രാദേശിക ഭരണകൂടം. ആ ജിതിന്റെ ആരോഗ്യനില സംബന്ധിച്ച് പുരോഗതിയുണ്ടോ? ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ശേഖരണം എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്?
അഭിലാഷ്, ജിതിൻ ബോസ് മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായ, അതീവ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. അതായത് ജിതിന്റെ തലയിൽ ഏറ്റ മുറിവ് അത്യധികം വലിയ ആഴത്തിലാണ് മുറിവേറ്റിട്ടുള്ളത്. അത് മരിച്ച വിനീഷയുടെ തലയിൽ പോലും 8 സെന്റിമീറ്റർ ആഴത്തിലായിരുന്നു മുറിവുണ്ടായിരുന്നത്. ഈ 3 പേരെ അടിച്ചു വീഴ്ത്തിയ ശേഷമാണ് ജിതിൻ ബോസിനെ ഈ പ്രതി അടിച്ചു വീഴ്ത്തിയത്. ഇവ 3 പേരും തടയാൻ ശ്രമിച്ചതായിരുന്നു. ജിതിൻ ബോസിലേക്ക് എത്താനുള്ള ദൂരം കൂടിയതിനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടർന്നുകൊണ്ട് തന്നെ വലിയ ചെലവുള്ള ശസ്ത്രക്രിയയുണ്ട്, അടിയന്തര ശസ്ത്രക്രിയയുണ്ട്. അതിനുള്ള പണം സ്വരൂപിക്കുന്ന തിരക്കിലാണ് ഈ പറഞ്ഞതുപോലെ പ്രാദേശിക നേതൃത്വം. അതിനുള്ള പണം സ്വരൂപിക്കുന്ന തിരക്കിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. ഇതുമായി ബന്ധപ്പെട്ടു ധനശേഖരണാർത്ഥമുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഈ ശവസംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു, സർക്കാരുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും ഒക്കെ സർക്കാരിനോട് സംസാരിക്കും. അത് സർക്കാർ നൽകിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് തന്നെ നീങ്ങും എന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അടിയന്തര ശസ്ത്രക്രിയക്കുള്ള നീക്കത്തിൽ തന്നെയാണ്. അതിന് പണം സ്വരൂപിക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് നാട്ടുകാരും അവിടുത്തെ പ്രാദേശിക ഭരണകൂടവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജിതിൻ ബോസിന്റെ നില ഗുരുതരമായി തുടരുകയാണെങ്കിൽ പോലും മരുന്നുകളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്ന ഈ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.